സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂത്തുപള്ളി. ഇന്ന് 2025 ഡിസംബർ 12 വെള്ളിയാഴ്ച. നമ്മുടെ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ക്രിസ്തുമത വിഭാഗക്കാരുടെ ആത്മീയ ഗ്രന്ഥമായ ബൈബിളിൽ എന്നാണ് ക്രിസ്തു ദേവൻ ജനിച്ചത് എന്ന കൃത്യമായ പരാമർശം എവിടെയുമില്ല. കൃത്യമായ ഒരു ഡേറ്റ് അവർ പറയുന്നില്ല, തീയതി അവർ പറയുന്നില്ല. എങ്കിലും ബിറ്റ്വീൻ 6 and 4 BC എന്നാണ് പൊതുവെയുള്ള ഒരു വിശ്വാസം. കാലക്രമത്തിൽ പല കണക്കുകളെല്ലാം ഉദ്ധരിച്ച് വിയോജനം കുറിപ്പുകളൊക്കെ മാറ്റിവെച്ച് അത് ഡിസംബർ 25 നിജപ്പെടുത്തി. ഇന്നും യേശുദേവൻ്റെ തിരുപ്പിറവി നാം ഡിസംബർ 25 ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നുണ്ട്. 2025 ഡിസംബർ 12 ഇന്ന്. എന്നാൽ 1950 ഡിസംബർ 12 മൈസൂറിൽ ഇതേപോലെ ഒരു അത്ഭുത ശിശുവിൻ്റെ ജനനം നടന്നു. റാണോജി റാവു എന്ന ഒരു പോലീസ് കോൺസ്റ്റബിൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ റാംബായി, അവരുടെ മക്കളിൽ 4ാമനായി ഒരു കുട്ടി പിറന്നു. കുട്ടിക്ക് അവർ ശിവാജി റാവു ഗെയ്ക്വാഡ് എന്ന പേര് നൽകി. ഈ കുട്ടി ഒരുപാട് യാതനകൾ അനുഭവിച്ചാണ് തൻ്റെ ബാല്യകാലം കഴിച്ചുകൂട്ടിയത്. കാരണം 4ാമത്തെ വയസ്സിൽ, അദ്ദേഹത്തിൻ്റെ 4ാമത്തെ വയസ്സിൽ അമ്മ മരണപ്പെട്ടു. ദാരിദ്ര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുമൊക്കെ അദ്ദേഹത്തെ തളർത്തിയില്ല. പടിപടിയായി അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹവും കഴിവും അചഞ്ചലമായ അഭിനയ വാസനയൊക്കെ കൊണ്ട് ശിവാജി റാവു ഗെയ്ക്വാഡ് ഇന്ന് തമിഴകം കീഴടക്കിയിരിക്കുന്നു. ഇന്ത്യയിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നായി അദ്ദേഹം മാറിയിരിക്കുന്നു. ശിവാജി റാവു ഗെയ്ക്വാഡ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അത് മറ്റാരുമല്ല, തമിഴിലെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം. 1950 ഡിസംബർ 12 അദ്ദേഹം ജനിച്ചതെന്ന് നാം പറഞ്ഞു. അദ്ദേഹത്തിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. തലൈവർ, സ്റ്റൈൽ മന്നൻ, സൂപ്പർ സ്റ്റാർ, ഇങ്ങനെ പല പദവികൾ അദ്ദേഹത്തിന് ഉണ്ട്. ദളപതി എന്നും അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. 170ഓളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞു. പ്രധാനമായും തമിഴിലാണ് അഭിനയിക്കുന്നത്. ഹിന്ദി, തെലുഗു, കന്നഡ, ബംഗ്ല, മലയാളം എന്നീ ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 1900 മികച്ച നടനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരം 7 തവണ അദ്ദേഹം നേടിയിട്ടുണ്ട്. 2000 പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹത്തിന് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മാൻ ഇൻ സൗത്ത് ഇന്ത്യ എന്നൊരു പദവി ഏഷ്യ വീക്ക് മാഗസിൻ ഒരിക്കൽ നൽകുകയുണ്ടായി. മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മാൻ ഇൻ ഇന്ത്യ എന്നാണ് ഫോബ്സ് ഇന്ത്യ മാഗസിൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. 2000 പത്മഭൂഷണും 2011 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും അദ്ദേഹം നേടി. മലയാളത്തിലെ മഹാനടനായ മോഹൻലാൽ ഈ വർഷമാണ് ആ അവാർഡിന് അർഹനായത് എന്നുള്ള കാര്യം ഇത്തരുണത്തിൽ നാം ഓർക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലത, 2 പെൺമക്കളാണുള്ളത്. മൂത്തത് ഐശ്വര്യ ധനുഷ്. ധനുഷ് നിങ്ങൾക്കറിയാം, പ്രശസ്ത സിനിമ നടനാണ്.
നായക നടനാണ്. രണ്ടാമത്തെ മകൾ സൗന്ദര്യ വാഹിദായി തുടരുന്നു. ഈ രജനീകാന്ത് എന്ന കഷ്ടപ്പാടിൽ വളർന്ന അദ്ദേഹം ജീവിതവും സിനിമയും ഒരിക്കലും കൂട്ടിമുട്ടാത്ത സമാന്തര പാതയിലൂടെ കൊണ്ടുപോകുന്നൊരു കലാകാരനാണ് ശ്രീ രജനീകാന്ത്. അത്രയും ലാളിത്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളത്. കലാകാരന്മാർക്കതൊരു പാഠപുസ്തകമാണ്. സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ഹിമാലയത്തിൽ പോകാൻ രജനീകാന്തിനെ പോലെ ആത്മീയ ജീവിതത്തെ അത്രയും ചേർത്ത് പിടിക്കുന്നവർക്കേ കഴിയൂ. അദ്ദേഹം കൊണ്ടുവന്ന സ്റ്റൈൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ അനുപമമാണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും തലൈവരുടെ ചലനങ്ങൾക്ക് ജനം കൈയടിക്കുന്നത് മറ്റൊന്നും കൊണ്ട് അല്ലതാനും. മദ്രാസിലെ ഏതെങ്കിലും തിയേറ്ററിലിരുന്ന് വിസിലടിച്ച് രജനിയുടെ സിനിമയുടെ ആദ്യ ഷോ കാണുന്നതാണ് പ്രേക്ഷകൻ്റെയും സ്റ്റൈൽ. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന മലയാള സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നടൻ രതീഷാണ് ആ ചിത്രം നിർമ്മിച്ചത്. തീക്ഷ്ണമായ ഒട്ടേറെ അനുഭവങ്ങളിലൂടെയാണ് രജനീകാന്ത് ഇന്നത്തെ ഫയർ ബ്രാൻഡ് ഉയർന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ നെരുപ്പിൽ വളർന്ന ചെടി. ഈ അനുഭവങ്ങളാണ് രജനിയുടെ കരുത്തും. രജനി മുഖത്ത് ആദ്യമായി ചായം തേച്ചത് ഒരു പുരാണ നാടകത്തിലായിരുന്നു, അതും കർണാടകയിൽ. അതേക്കുറിച്ച് രജനി വിശദമായി പറഞ്ഞിട്ടുണ്ട്. ബസ് ഡ്രൈവറായിരുന്ന തൻ്റെ ഒരു സുഹൃത്ത് രാജാ ബഹദൂർ കുരുക്ഷേത്ര എന്നൊരു നൃത്തനാടകത്തിൻ്റെ ഭീഷ്മരിൽ വേഷം ചെയ്യുന്നുണ്ടായിരുന്നു സുഹൃത്തെ. ഞാൻ അവിടെ പോയിരിക്കും, പരിശീലനം കാണും, നാടകം ആസ്വദിക്കും. നാടക ആശാൻ തോപ്പി മുനുസ്വാമി നായിഡു തടിയനായി എന്നെ കണ്ടപ്പോൾ നിനക്ക് ജരാസന്ധൻ്റെ റോൾ ഒന്ന് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനും നാടക സംഘത്തോടൊപ്പം ചേർന്നു. എന്നാൽ നാടകാവതരണത്തിന് 3 ദിവസം മാത്രം ശേഷിക്കെ ദുര്യോധന വേഷം ചെയ്യുന്ന ആടിന് കടുത്ത പനി. ദുര്യോധന വേഷം നീ തന്നെ ചെയ്യൂ എന്നായി ആശാൻ. പിന്നീട് സ്റ്റേജിൽ നാടകം അരങ്ങേറിയപ്പോൾ വ്യത്യസ്തമായ ഒരു ഇൻട്രോ കൊണ്ട് അദ്ദേഹം തൻ്റെ ദുര്യോധനൻ്റെ റോൾ ഗംഭീരമാക്കി. അതുവരെ കാണാതിരുന്ന ഒരു സ്റ്റൈലാണ് അദ്ദേഹം രംഗത്ത് അവതരിപ്പിച്ചത്. ഗതയൊക്കെ എറിഞ്ഞു പിടിക്കുന്ന സീനും അതിനോടൊപ്പം ചേർത്തു. നാടകം തീർന്നതും തന്നെ അഭിനന്ദിക്കാൻ ആൾക്കൂട്ടം കാത്തു നിന്ന കാര്യം രജനി എന്നും അഭിമാനത്തോടെ പറയും. അത് അദ്ദേഹത്തിന് അത്രമാത്രം വിലപ്പെട്ടതായിരുന്നു. 1977 നിർമ്മാതാവ് തലൈപ്പുലി താനുവാണ് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം ആദ്യമായി രജനിക്ക് നൽകിയത്. ഭൈരവി എന്ന സിനിമയുടെ പ്രചാരണത്തിന് വേണ്ടിയായിരുന്നു അത്. പക്ഷെ രജനി അത് വിലക്കി. 1977 ശിവാജി ഗണേശൻ, നടികർ തിലകം ശിവാജി ഗണേശൻ ഹീറോ ആയി തിളങ്ങി നിൽക്കുകയാണ്. ഒപ്പം തന്നെ ഇന്നത്തെ ഉലകനായകൻ കമൽഹാസനുമുണ്ട്. ഈ 2 പേർക്കും ഇടയിലേക്കാണ് പുതുമുഖമായ രജനീകാന്ത് കടന്നു വരുന്നത്. ഇവർക്കിടയിൽ സൂപ്പർ സ്റ്റാർ പട്ടത്തോടെ കടന്നു ചെല്ലാൻ തനിക്ക് മടി തോന്നിയെന്നാണ് അതേക്കുറിച്ച് രജനി പിന്നീട് പറഞ്ഞിട്ടുള്ളത്. അത് ഭയന്നിട്ടല്ല, താൻ അവർക്ക് കൊടുക്കുന്ന ബഹുമാനവും മര്യാദയും മൂലമാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എതിർപ്പും വെറുപ്പും ചേർന്ന് സൃഷ്ടിച്ച തീയിൽ കുരുത്ത ചെടിയാണ് താനെന്നാണ് രജനി തന്നെക്കുറിച്ച് പറയാറുള്ളത്. ദൈവവും തൻ്റെ അധ്വാനവും വഴി സമ്പാദിച്ച ആരാധകരാണ് ഈ ചെടിയെ സംരക്ഷിക്കുന്നതെന്നും സ്വയം വിമർശിക്കാനും സ്വന്തം കുറവുകളെ അംഗീകരിക്കാനും ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. സ്വയം ട്രോളാൻ മടിക്കാത്ത ആളെന്നും അദ്ദേഹത്തെ പറയാം. ആ സ്വയം തിരിച്ചറിവും എളിമയുമാണ് രജനിയെ തമിഴകത്തിൻ്റെ ഏക സൂപ്പർ സ്റ്റാർ പദവിയിൽ ഇന്നും ബലമായി പിടിച്ചിരുത്തുന്നത് എന്ന് നമുക്ക് മറക്ക് വയ്യ. എത്ര സിമ്പിളാണ് അദ്ദേഹമെന്ന്
പറയാതെ വയ്യ. അദ്ദേഹം ഒരു സിനിമ പ്രൊമോഷൻ്റെ ചടങ്ങിൽ വെച്ച് പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും ഉപദേശങ്ങൾക്കായി കമലഹാസനെ സമീപിച്ചിരുന്നു. കമലഹാസൻ തന്നെ ഉപദേശിച്ച കാര്യവും അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം താൻ തൻ്റെ അഭിനയത്തിൻ്റെ മുഹൂർത്തങ്ങൾ മികച്ചതാക്കി മാറ്റിയ കഥയുമൊക്കെ അദ്ദേഹത്തിന് പറയാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. കഷണ്ടി കയറിയ തലയും ബാക്കിയുള്ള നരച്ച കുറ്റി തലമുടിയും നരകയറിയ താടിയും സാധാരണ ജുബ്ബയുമായി സാധാരണ സിനിമാ സെറ്റിൽ കാണുന്ന അദ്ദേഹത്തെ മറ്റെന്ത് പറഞ്ഞു വിളിക്കാനാണ്? സൂപ്പർ സ്റ്റാർ ആകുന്ന സിനിമയിൽ മാത്രം. യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം മോസ്റ്റ് സിമ്പിൾ മാൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ പറയാൻ പറ്റൂ. മോസ്റ്റ് സിമ്പിൾ മാൻ, യാതൊരു ജാടയുമില്ലാത്ത. അതുകൊണ്ടാണല്ലോ ഐശ്വര്യ റായിയെ പോലുള്ളവരൊക്കെ ഒന്നിലേറെ തവണ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ തയ്യാറായത്. വളരെ ദയാവാത്സല്യങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെയായി അരങ്ങ് തകർക്കുന്ന അദ്ദേഹത്തിൻ്റെ 75ാം ജന്മദിനമാണ് ഇന്ന്. ഈ 75ാം ദിനം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ്, അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യങ്ങൾ നേരാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അദ്ദേഹത്തിന് ഇങ്ങനെ ആശംസകൾ നേരുമ്പോൾ വിശ്വകവി ഷേക്സ്പിയറിൻ്റെ, നാടകകൃത്ത് ഷേക്സ്പിയറിൻ്റെ ദ 12th നൈറ്റ് എന്ന നാടകത്തിലെ ഒരു വാചകം നമുക്ക് പറയാതെ വയ്യ. അതിതാണ്: ബി നോട്ട് അഫ്രൈഡ് ഓഫ് ഗ്രേറ്റ്നസ്, ബി നോട്ട് അഫ്രൈഡ് ഓഫ് ഗ്രേറ്റ്നസ്. സം ആർ ബോൺ ഗ്രേറ്റ്, സം achieve greatness, and others have greatness thrust upon them. Some are born great, some achieve greatness, others have greatness thrust upon them എന്നാണ് വിശ്വ നാടകകൃത്ത് ഷേക്സ്പിയർ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ രണ്ടാമത് പറഞ്ഞ കാര്യമായിരിക്കും ദളപതി സൂപ്പർ സ്റ്റാർ തലൈവർ സ്റ്റൈൽ മന്നൻ നമ്മുടെ രജനീകാന്തിനെ യോജിക്കുക എന്ന് തോന്നുന്നു. സം അച്ചീവ് ഗ്രേറ്റ്നസ്. സ്വപ്രയത്നം കൊണ്ട് സിംഹാസനത്തിലേറി എന്ന് ചുരുക്കം. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ആദ്യമായി കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുവാനും താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റൊരു വിഷയമായി ഇനി നിങ്ങളെ സമീപിക്കുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.